ഏറ്റവും പ്രധാനപ്പെട്ട വശം ബി ജെ പിയുടെ ഒരു ആശയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് വിദ്വേഷമാണ്, വെറുപ്പാണ്. വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാൾക്കും മാത്രമേ ബി ജെ പി ആയി മാറാൻ കഴിയുള്ളൂ. ആ വെറുപ്പും വിദ്വേഷവും പലതരത്തിൽ ഉപയോഗിക്കാം, പലതിനോട് ഉപയോഗിക്കും. തങ്ങളുടെ രാഷ്ട്രീയത്തോടും തങ്ങളുടെ ആശയത്തോടും ചേർന്ന് നിൽക്കാത്തവരെ എല്ലാം ജനാധിപത്യപരമായ അഭിപ്രായ വ്യത്യാസങ്ങളോ ജനാധിപത്യപരമായ അവകാശങ്ങളോ ആയിട്ടല്ല, മറിച്ച് വെറുപ്പ് കൊണ്ട് കാണുന്ന ഒരാശയത്തിൻ്റെ പേരാണ് ബി ജെ പി. അതുകൊണ്ടാണ് ബി ജെ പിക്കെതിരെയുള്ള പോരാട്ടത്തിന് 2024 മുൻപ് തുടക്കം പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ബി ജെ പിക്കെതിരെയുള്ള സമരമല്ല നടത്തിയത്, മറിച്ച് വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരായിട്ടുള്ള സമരമാണ്. സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും ഇല്ലാതെയാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ബി ജെ പിയെ ഇല്ലാതെയാക്കാൻ കഴിയൂ എന്നുള്ള തികഞ്ഞ ബോധ്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ വെറുപ്പും വിദ്വേഷവും പലതരത്തിൽ ഉപയോഗിക്കപ്പെടും. അത് ഒന്നാണ് കേരളത്തോട് കാണിക്കുന്നത്. കേരളം ഒരിക്കലും ഇവരുടെ വെറുപ്പും വിദ്വേഷവും പൂർണ്ണമായി സ്വീകരിക്കാൻ, കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചെറിയ വ്യത്യാസം കാണുന്നുള്ള യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. പൂർണ്ണമായിട്ട് ഇവരെ ഈ വെറുപ്പും വിദ്വേഷവും സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത മലയാളിയെ, കേരളത്തെ ഇവർ കാണുന്നത് അവരുടെ ശത്രുവായിട്ടാണ്. എന്നെല്ലാം കേരളത്തിന് വേണ്ടി വാദിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം ഞാനും റഹീമുമെല്ലാം പലപ്പോഴും വളരെ വാശിയോടുകൂടി വിഷയങ്ങളിൽ ഏറ്റുമുട്ടുന്നവരാണ്. പക്ഷെ കേരളം എന്നുള്ളൊരു വിഷയം വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് വാദിക്കുന്നത് പോലെ ഒരു രംഗത്തും ഒരു സാഹചര്യത്തിലും ഒരു വിഷയത്തിലും ബി ജെ പിയെ നമ്മുടെ കൂടെ കണ്ടിട്ടില്ല. കാരണം എന്നെല്ലാം കേന്ദ്രം, ഇപ്പോൾ സൊമാലിയ പരാമർശം നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അത്തരത്തിൽ പല രീതിയിലുള്ള കേരള വിരുദ്ധ പരാമർശങ്ങളുണ്ടായി. പ്രളയകാലത്ത് ഇവരെടുത്ത സമീപനമുണ്ടായി. വയനാട്ടിൽ ആന ചവിട്ടിക്കൊന്ന അജേഷിന് കർണാടകത്തിൽ നിന്ന് വന്ന ബേലൂർ മഗ്ന എന്ന് പറഞ്ഞ ആനയായതുകൊണ്ട് കർണാടക സർക്കാർ 15 ലക്ഷം പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ബി ജെ പി നിലപാടെടുത്തു. അപ്പോൾ നമ്മൾ മലയാളി എന്നുള്ള വികാരത്തിൽ നിന്നു. അങ്ങനെ അടിസ്ഥാനപരമായിട്ട് മലയാളി എന്നുള്ള വികാരത്തിൽ നിന്നുകൊണ്ട് കേരളത്തിന് വേണ്ടിയിട്ട് എന്നെല്ലാം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ചുകൊണ്ട് CPM-ഉം കോൺഗ്രസും എല്ലാം ഒരുമിച്ച് നിൽക്കാൻ തയ്യാറായിട്ടുണ്ടോ? അപ്പോഴും ആ പരിസരത്തെങ്ങും നമ്മൾ ബി ജെ പിയെ കണ്ടിട്ടില്ല. അപ്പോഴും ബി ജെ പിയുടെ കേരള വിരുദ്ധ സമീപനത്തെ തലയിലൂടി ചൂടി നടന്നവരാണ് ഇവരെല്ലാവരും. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ബജറ്റ് കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കേരളത്തിന് വേണ്ടി നൽകിയ ഒരൊറ്റ പ്രോജക്റ്റ് പറയാൻ സാധിക്കുമോ? ഒരൊറ്റ പ്രോജക്റ്റ് കേരളത്തിന് വേണ്ടി എത്ര നാളുകളായിട്ട് നമ്മുടെ നിലനിൽക്കുന്ന എയിംസ്, IIT മുതലുള്ള ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളോടെല്ലാം മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. വയനാട് നരേന്ദ്രമോദി വന്നിട്ട് ഫോട്ടോ ഓപ്പർച്യൂണിറ്റി നടത്തിയിട്ട് പോയി. അവിടെ ഡിസാസ്റ്റർ ടൂറിസം എന്ന് ബി ജെ പി പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് ഏറ്റവും കൂടുതൽ ചേരുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന കാപട്യക്കാരനാണ്. ആ കപടമനായ മനുഷ്യൻ അവിടെ വന്നൊരു കുഞ്ഞിനെയൊക്കെ എടുത്ത് ഉമ്മ വെച്ചും കളിപ്പിച്ചും ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. ഈ നിമിഷം വരെ ആ വയനാടിന് സഹായിക്കാൻ വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിട്ടില്ല. ഈ ബജറ്റിൽ പോലും അത് പ്രഖ്യാപിച്ചിട്ടില്ല. ഈ ബജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുണ്ട്. ഒരാവശ്യത്തോടും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല. അവിടെ ഇവരുടെ കാപട്യവും കൂടി പ്രകടമാകും. ഒന്ന് ആലോചിച്ച് നോക്കുക ജിംസെ, എന്തായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്? ഞാൻ കേന്ദ്രമന്ത്രിയാവാനില്ല, ഞാൻ തൃശ്ശൂർ മത്സരിക്കുന്ന ഒറ്റ നിബന്ധന വെച്ചിട്ടു നരേന്ദ്രമോദിയുടെ. എന്തായിരുന്നു നിബന്ധന? ഞാൻ MP ആവും. എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന 5 കേന്ദ്രമന്ത്രിമാർ, അല്ലേ, എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന 5 കേന്ദ്രമന്ത്രിമാർ ഈ കേരളത്തെ സഹായിക്കാൻ, ഞാൻ തൃശ്ശൂരിൻ്റെ MP ആയിരിക്കില്ല, ഞാൻ കേരളത്തിൻ്റെ MP ആയിരിക്കും. ഇയാൾക്ക് നാണമില്ലേ വന്നിരുന്ന് പറയാനായിട്ട്? നാണോ മാനമുള്ള ഏതെങ്കിലും സാധാരണ മനുഷ്യന് ഈ അന്ന് പറഞ്ഞതേ വിവരക്കേട്, ഇന്ന് പറഞ്ഞിട്ട് വീണ്ടും കേരളത്തിനെതിരെ പറയാൻ ഇങ്ങനെ എന്താ വേണ്ടത്? ഈ നാട്ടിൽ കയറ്റാവോ ഈ മനുഷ്യനെ? പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ നാട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന കയ്യിലിരിപ്പാണോ ഉള്ളത്? സ്വയം കേന്ദ്രമന്ത്രിയായിട്ട് പോലും കേരളത്തിൻ്റെ ആവശ്യം മുന്നോട്ട് വെക്കാൻ പോലും കഴിയാത്ത ഒരു കേന്ദ്രമന്ത്രിയായിട്ട് മാറി. എന്നിട്ടെന്താ? വെറുപ്പ്, ജാതികളോടും വെറുപ്പ് ഉപയോഗിക്കുകയാണ്. ഉന്നത കുലജാതൻ ആരാണ്? ഉന്നത കുലജാതകൻ 1950 ഇന്ത്യയുടെ ഭരണഘടന വന്നതോടുകൂടി എല്ലാവരും, ഇവിടുത്തെ ആദിവാസിയും ദളിതരും നായരും നമ്പൂതിരിയും എല്ലാവരും ഒരൊറ്റ അവകാശമേ ഉള്ളൂ. ഇവിടെ മറ്റൊരു അവകാശം ഒരാൾക്കുമില്ല. ആ അവകാശം ഒന്നുമില്ലാത്തടത്ത് നിന്ന് കൃത്യമായ ബോധ്യം പോലും, ഭരണഘടനയെക്കുറിച്ചുള്ള ബോധ്യം പോലും ഇല്ലാത്ത ഒരു ഭരണഘടനാ വിരുദ്ധനാണ്, ഒരു പിന്തിരിപ്പനാണ്. ഈ പിന്തിരിപ്പൻ നിന്നുകൊണ്ട് ഛർദ്ദിക്കുകയല്ലേ. നമ്മുടെ നാട്ടിലേക്ക് ഒരു മധുസൂദനൻ നായർ എഴുതിയ, ക്ഷമിക്കണം, കാട്ടാക്കട മുരുകൻ എഴുതിയ ഒരു കവിതയുണ്ട്.
അതിനകത്ത് പറയുന്നുണ്ട് പാത്രം വിളമ്പുന്ന ഛർദിലുമായിട്ട് രാവിലെ വരുന്ന പത്രങ്ങൾ, ആ ഛർദിലായിട്ട് ഇയാൾ മാറുകയാണ് ജനങ്ങളുടെ മുന്നിലേക്ക്, ഈ മനുഷ്യന്റെ മുന്നിലേക്ക് ജാതീയതയുടെ ഏറ്റവും വൃത്തികെട്ട മുഖം ആയിട്ട് മാറുകയല്ലേ. അയാൾക്കൊരിക്കലും ഈ രാജ്യത്ത് ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യന് അവകാശങ്ങൾ നേടിക്കൊടുക്കേണ്ടതാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് തോന്നലുണ്ടായിട്ടില്ല. ശബരിമലയിൽ കയറി അയ്യനെ കെട്ടിപ്പിടാൻ ഞാൻ ബ്രാഹ്മണനാവണം, അല്ലാതെ ബ്രാഹ്മണനായി അടുത്ത ജന്മത്ത് ജനിക്കുന്ന ബ്രാഹ്മണനെ കുറിച്ചാണ് ചിന്ത. ഈ നാട്ടിലെ ദളിതന് അതിനുള്ള അവകാശം കൊടുക്കലാണ് എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം, എൻ്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം, എൻ്റെ പൗരബോധം എന്ന് ചിന്തയില്ലാത്ത ഒരാളല്ലേ ഇയാൾ. അതല്ലെങ്കിൽ പറയാൻ പറ്റുമോ? ഇപ്പോഴും പറയാൻ പറ്റുമോ? ഉന്നത കുലജാതരി എന്ത് ഇതാ ഉള്ളത്? ഈ നാട്ടിലെ ദളിതരും ട്രൈബൽ വിഭാഗത്തിലുള്ളവരൊക്കെ IAS എല്ലാമായിട്ട് വന്നിട്ടില്ലേ? അവർക്ക് അവകാശങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. അവരെ ഈ നാടിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ ഭരണഘടനാപരമായ സംവരണം ഉൾപ്പെടെയുള്ള അവകാശം എങ്ങനെ പറ്റും? ഈ പറയുന്ന വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ വക്താക്കൾ ആ സംവരണത്തിന് പോലും എതിരാണല്ലോ. ഇപ്പം ഈ അടുത്ത കാലത്താണല്ലോ ആ സംവരണം കോൺഗ്രസ് വിഷയമാക്കി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ സംവരണത്തെ അനുകൂലിക്കുന്നു എന്നുള്ള നിലപാടിലേക്ക് മാറുന്നത്. അതും സംഘടനയുടെ മാറ്റമൊന്നുമല്ല, ആ നേരത്തെ പറഞ്ഞ കാപട്യക്കാരനായ പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി പറഞ്ഞത്, അതിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ അടിസ്ഥാനപരമായി ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ ദളിതരെ വെച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ അവർക്ക് ഏറ്റവും ആദ്യത്തെ അവകാശമുണ്ട്, അവരെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് സമത്വത്തിലേക്ക് എത്തിക്കാൻ നോക്കണം എന്നുള്ള ഭരണഘടന ഉത്തരവാദിത്തമുള്ള മന്ത്രി പോലും മാറിയിട്ട് അവരവിടെ കിടക്കട്ടെ. അവരൊന്നും ഭരണത്തിന് കൊള്ളില്ല, അവർ ഭരണത്തിനൊന്നും കൊള്ളില്ല, ഞങ്ങൾ ഭരിക്കാം. ഇയാൾ ആര്? പഴയ രാജാവോ? രാജഭരണമൊക്കെ പണ്ടേ കഴിഞ്ഞുപോയി. ഞാൻ ഇയാളെന്നൊക്കെ വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിനപ്പുറം ഒന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഒരിക്കലും ചർച്ചയിൽ ജയിക്കുന്നതല്ല. പക്ഷെ ഇത്രയും വികൃതമായ മനസ്സുള്ളവനെ, ഇത്രയും വർഗീയതയുടെ മുഖമായിട്ട് മാറിയിരിക്കുന്ന സുരേഷ് ഗോപിയെ അത് തന്നെ പറയേണ്ടി വരും. മാന്യത കൊടുത്താൽ ഒരുപക്ഷെ ഈ കേരള സമൂഹം ഇന്ന് അത് ആ മാന്യത കൊടുക്കുന്നവനെ അംഗീകരിക്കാത്ത നിലയിലേക്ക് ഇങ്ങനെ കോമാളിയായിട്ട് മാറിയിട്ടുണ്ട്. BJPയുടെ തൃശ്ശൂരി എന്ന് ചോദിച്ചാൽ പറയും ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണെന്ന് BJPയുടെ നേതാക്കന്മാർ പറയും. എന്താ ഇന്ന് BJP വക്താവിനെ അയക്കാത്തത്? ഈ പറയുന്ന കോമാളിത്തരവും ഈ പറയുന്ന നിഷേധത്തരവും പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് ന്യായീകരിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ അടിസ്ഥാനപരമായിട്ട് BJPയും RSSും എല്ലാം ഇതേ ആശയത്തിലാണ് നിലകൊള്ളുന്നത്.